പുണ്യ റബീഇലെ വെള്ളിയാഴ്ച രാവാണ് അല്ലേ? വെള്ളിയാഴ്ച രാവൊക്കെ പ്രാർത്ഥനയ്ക്കേറെ ഉത്തരമുള്ള നിമിഷമാണ് അല്ലേ? എന്നാൽ ഒരു 10 കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ സിമ്പിളായ ആ 10 കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെച്ചാൽ നമ്മൾ ചോദിക്കുന്നത് പടച്ചോൻ തരും. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ അടങ്ങിയ ഒരു അടിപൊളി ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഏത് ഘട്ടത്തിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അള്ളാഹു അത് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്തൂല. ഏത് പ്രയാസത്തിൽ നിന്നും ഈ ദുആ നിങ്ങൾ ചൊല്ലിയാൽ ഉടൻ റബ്ബ് നിങ്ങളെ അവിടെ നിന്ന് ഊരിയെടുക്കും. അത്ഭുതമാണ് ആ ദുആ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പുണ്യ റബീഇലെ വെള്ളിയാഴ്ച രാവാണ്. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ മൗലിദിനെയും മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നവർ അവർ റസൂലുള്ളാഹിൻ്റെ മുഹബ്ബുകളല്ല കേട്ടോ. അവർക്ക് റബീഉൽ അവ്വൽ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ കൊണ്ട് ഗുണമുള്ളവരാരാ? 12 കഴിഞ്ഞാലും മുത്തുനബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയം ചിലവാക്കുന്നവരാണ്. പുണ്യനബിയുടെ സ്വലാത്ത് ചൊല്ലാൻ, മദ്ഹുകൾ ചൊല്ലാൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ കൂടുതൽ പ്രണയിച്ചുകൊണ്ട് സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് നിങ്ങൾക്ക് അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. അതോടൊപ്പം നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് ക്ലിയറാക്കിയാൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ആ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, നമുക്ക് ചോദിക്കാനുള്ളത് ആരാണ്? നമ്മുടെ റബ്ബല്ലേ ഉള്ളൂ അല്ലേ? നമ്മുടെ റബ്ബല്ലേ നമുക്ക് ചോദിക്കാനുള്ളൂ. റബ്ബിനോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് മുമ്പൊരിക്കൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹിനോട് നമുക്കെല്ലാം ചോദിക്കാം. പക്ഷെ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഉദ്ഉനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നെ ചോദിക്കടോ, നിങ്ങൾ എന്നെ ചോദിക്കുന്നേ ഞാൻ തരാ കണ്ടോ. അപ്പോൾ ആദ്യം അള്ളാഹിനെ ചോദിക്കണം. പടച്ചോനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ലാ, എനിക്ക് നിൻ്റെ സ്നേഹം വേണം അല്ലാ, എനിക്ക് നിന്നെ കിട്ടണം അല്ലാ ഇല്ലേ? അപ്പോൾ പടച്ചോനായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ആഖിറത്തിലും ദുനിയാവിലും കഥകളൊക്കെ പറയാം. മനസ്സിലായോ? അതാണ് ആ ദുആഇൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ആദ്യം നമ്മൾ ദ്വാരക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാറുണ്ടല്ലോ. ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ ഏത് ബോധ്യത്തിലാണ്? ചിലപ്പോൾ നമ്മൾ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കായിരിക്കും. ആ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമ്പോൾ അൽഹംദുലില്ലാ പടച്ചോനെ, നീ തന്ന അപകടത്തിൽ എനിക്ക് തൃപ്തിയാണല്ലാ എന്നുള്ള ബോധ്യത്തിൽ വേണം അൽഹംദുലില്ലാ പറയാൻ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ അള്ളാഹു തന്നതിലൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനോട് ചോദിച്ചാൽ എത്ര വലിയ പ്രയാസവും അവൻ മാറ്റിത്തരും. ഏതായാലും ഇന്നങ്ങനെ ചോദിക്കാൻ പറ്റിയ അള്ളാഹിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ ദുആ ചൊല്ലിയാൽ എന്താ കിട്ടുകയെന്നറിയോ? ഒന്ന്, നിങ്ങളുടെ ഈമാൻ ഉറക്കും. നമ്മുടെ ഈമാനിന് ഉറപ്പ് കിട്ടും. ഏത് നിമിഷമാണ് ഒരു പുത്തൻവാദിയോ ഒരു യുക്തിവാദിയോ ഒക്കെ ആയിപ്പോവാന്ന് പറയാൻ പറ്റും. ഈമാനിന് ബലം വേണം. നമ്മൾ ശ്രമിച്ചാലുണ്ടാകുന്നൊരു സംഗതിയല്ല, അത് അള്ളാഹു തൗഫീക്കായി തരണം അല്ലേ? അപ്പോൾ ഈമാൻ ഉറയ്ക്കാൻ വേണ്ടി, അതോടൊപ്പം ആരോഗ്യം വലിയ പ്രശ്നമാണോ ഇല്ലേ? ആരോഗ്യം വലിയ പ്രശ്നമാണ്. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ദ്വാരന്നിരുന്നു, പടച്ചോനെ എന്നെ അർദലുൽ ഉംറിൽ എത്തിക്കല്ലേ അല്ലാ. എന്താണ് ഈ അർദലുൽ ഉംർ? ഒരുപാട് വയസ്സായിട്ട് സ്വന്തം കാര്യം ചെയ്യാൻ പോലും മറ്റുള്ളവരെ നോക്കി കിടക്കേണ്ടി വരുന്നൊരവസ്ഥ. വല്ലാത്ത അപകടമല്ലേ അത് ഇല്ലേ? എത്ര മക്കളുണ്ട് അങ്ങനെ സ്വന്തം മക്കൾ പോലെ അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന മാതാപിതാക്കൾ. പഠിച്ചോനെ, അങ്ങനെ ഒരു അവസ്ഥ ഒന്നും ഞങ്ങളത് ഈ പരീക്ഷിക്കല്ലേ അല്ല. ഇനി അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരുമക്കളുണ്ടെങ്കിൽ, അമ്മായിയമ്മ അങ്ങനെ കിടക്കുമ്പോൾ കെട്ടിക്കൊണ്ടെന്ന് വന്നപ്പോൾ തുടങ്ങിയതാ തള്ളയുടെ മൂത്രം കോരണം, അത് കോരണം, അങ്ങനെ പറയുന്ന മരുമക്കളുണ്ട്. എൻ്റെ പൊന്നുമോൾ ഉറപ്പിച്ചു വെച്ചോ, ഇതുപോലെ നീ കിടക്കും. നിൻ്റെ മരുമക്കളുടെ കയ്യിൽ നിന്നല്ല, നിൻ്റെ സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് നീ അനുഭവിക്കും. എഴുതി വെച്ചോ അത്. മനസ്സിലായോ? ഒരിക്കലും അങ്ങനത്തെ വർത്താനം നമ്മൾ പറഞ്ഞു പോകരുത് കേട്ടോ. ഭയങ്കര അപകടമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ പടച്ചോൻ്റെ സൃഷ്ടി അങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അവരെ പരിചരിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്നത് അവൻ്റെ തൃപ്തിയല്ലേ? അള്ളാഹു അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ ദുആ പഠിക്കണം. ഏതാണ് ദുആ എന്ന് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഏതായാലും നിങ്ങൾ ആ ദുആ എന്ന് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻതൽ മജീദു വ അൻതൽ വദൂദു വ അൻതൽ മുജീബു വ അൻതൽ ലത്തീഫ്
അല്ലാഹുമ്മ അർഹംനാ വഹ്ദിനാ വആഫിനാ. ഒരിക്കൽ കൂടെ അല്ലാഹുമ്മ അൻതൽ മജീദ് വഅൻതൽ വദൂദ് وأنت المجيب وأنت اللطيف اللهم ارحمنا واهدنا وعافنا. എന്താ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ മജീദ്, നീ ഏറെ അങ്ങേയറ്റം മഹത്വമുള്ളവൻ, നീ മാത്രമാണല്ലാ. വഅൻതൽ വദൂദ്, അടിമകളോട് സ്നേഹമുള്ള പടച്ചോനെ. അടിമകളെ ഒരുപാട് ഇഷ്ടമാണ് അവന്, അല്ലേ? ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ. എപ്പോഴും നമ്മൾ പറയുന്നൊരു സംഗതി ഉണ്ടല്ലേ, 70 ഉമ്മാനേക്കാൾ പടച്ചോൻ നമ്മളിഷ്ടമാണെന്നാണ്. ഒരു ഉമ്മാടെ സ്നേഹം നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ പറ്റും. കുഞ്ഞു മക്കൾ ഒരു സ്ഥലത്ത് പോയി അപ്പിയിട്ട് വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിടും. ഇത് ഉമ്മ ഇങ്ങനെ പുറകെ നടന്ന് ക്ലീൻ ചെയ്യാൻ എല്ലാം കൂടെ വൈകുന്നേരത്തേക്ക് ഉമ്മ വെക്കണുണ്ടോ? ഇല്ല, അല്ലേ? അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അപ്പിയിട്ട് മോശമാക്കി വെക്കണ ആ ചെറിയ കുഞ്ഞിനെ ഇനി സ്വന്തം ശരീരത്തിൽ മൂത്രമൊഴിച്ചാലോ കാഷ്ടിച്ചാലോ ആ കുഞ്ഞിനെ ഉമ്മ ചീത്ത പറയാറുണ്ടോ? ഇല്ല. വെറുക്കാറുണ്ടോ? ഇല്ല. എന്തേ? എൻ്റേതാണ് എന്നുള്ളൊരു ബോധ്യം. എൻ്റേതാണ് എൻ്റെ കുഞ്ഞ്. ഇതേ സംഗതിയാണ് അള്ളാൻ്റെതും. നമ്മൾ അള്ളാൻ്റെതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉമ്മാടെ സ്നേഹം പോലും നമുക്ക് അളക്കാൻ പറ്റൂലെങ്കിൽ 70 ഉമ്മാനേക്കാൾ ഇഷ്ടമാണ് അള്ളാഹു റബ്ബുൽ ആലമീന് നമ്മെ. സുബ്ഹാനല്ലാഹ്. അവൻ്റെ ആ മഹബത്ത് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅൻതൽ മുജീബ്, ഇല്ലേ? നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരുന്നവനായ റബ്ബ്, അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവൻ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. നമുക്കെന്താണോ ഗുണമെന്നറിയുന്നത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒക്കെ തന്നുകൊള്ളണമെന്നില്ല. കാരണം നമുക്കത് ഗുണമില്ല എന്ന് നമ്മളെക്കാളേറെ അറിയുന്നവനാരാ? അള്ളാഹു തന്നെയാണ്. ചോദിക്കേണ്ട കോലത്തിൽ ചോദിക്കണം കേട്ടോ. പടച്ചവനോട് ചോദിക്കണം. പടച്ചവനോടാണ് ഞാൻ ചോദിക്കണമെന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ ഇഖ്ലാസോടെ തഖ്വയോടുകൂടെ വേണം ചോദിക്കാനായിട്ട്. മനസ്സിൽ റബ്ബ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വഅൻതൽ ലത്തീഫ്, മയമുള്ളവനാണവൻ, കരുണയുള്ളവനാണ്, അല്ലേ? അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം വേണ്ടേ? അതിനാണ് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ റഹംനാ, നീ കരുണ ചെയ്യണേ തമ്പുരാനെ. അപ്പോൾ ജോലിയിൽ, മക്കളിലൊക്കെ, കുടുംബത്തിലൊക്കെ അവൻ്റെ കാരുണ്യമാണ് വേണ്ടത്, ഇല്ലേ? അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം കിട്ടിയാൽ മക്കളെ കിട്ടും, എല്ലാം കിട്ടും. നമ്മൾ മുമ്പ് മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞതുപോലെ, അതായത് മക്കളില്ലാതെ വേദനിക്കുന്ന ആളുകളൊക്കെ മനസ്സറിഞ്ഞ് അള്ളാനെ വിളിച്ചോ, യാ റഹമർ റാഹിമീൻ, കരുണക്കടലായ അങ്ങേയറ്റം കാരുണ്യമുള്ളവനായ റബ്ബേ, നീയല്ലാതെ എനിക്ക് കരുണ ചെയ്യാൻ ആരുമില്ല. ആ ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് വിളിക്ക്. അള്ളാഹു മക്കളെ തരും. പടച്ചോന് വിധി മാറ്റി എഴുതാനും ഇപ്പം എത്ര നേരം വേണം? വിധിക്കുന്നവനും അവനാണ്, വിധി നടപ്പാക്കുന്നവനും അവനാണ്, മാറ്റി എഴുതാൻ പറ്റുന്നവനും അവൻ മാത്രമാണ്, ഇല്ലേ? വഹ്ദിന, നീ ഹിദായത്ത് നൽകണയല്ല. വആഫിന, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണയല്ല. തളർന്നു പോകുന്നൊരു അസുഖം തരലേ അല്ല. മറ്റൊരാളുടെ ഒരു സഹായം കൊണ്ട് ബാത്റൂമിൽ പോകേണ്ടി വരുന്നൊരവസ്ഥയിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കാക്കണയല്ല, അല്ലേ? പ്രത്യേകിച്ചത് വെള്ളിയാഴ്ച രാവല്ലേ? വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ദ്വാരക്കുമ്പോൾ ഏത് പ്രാർത്ഥനയുടെ ഇടയിൽ ഈ ദ്വാ ഒന്ന് കയറ്റി കൊടുക്കാം. ഇപ്പോൾ ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ ഖറഅൽ ഖുർആൻ സുമ്മ ദഅ. ഒരാൾ ഖുർആൻ ഓതി, അത് ഖത്തം തീർക്കണം എന്നില്ല, ഒരു സൂറത്താണെങ്കിലും ഓതിയിട്ട് പിന്നെ അയാൾ ദ്വാരുന്നാൽ 4000 മലക്കുകൾ ആമീൻ പറയാനുണ്ടാവുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4000 മലക്കുകൾ ഖുർആൻ ഓതിയിട്ട് ദ്വാരുന്നാൽ ആമീൻ പറയാനുണ്ടാവുന്നതാണ്. അപ്പോൾ ആ ദ്വാരക്കണ സമയത്ത് ഈ പ്രാർത്ഥന ഇതൊന്ന് കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല എല്ലാവരും? ഒന്ന് കാണാതെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു 10 സംഗതികളുണ്ടെങ്കിൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതില്ലാതെ പോയാൽ വലിയ അപകടമാണ്. അപ്പോൾ ആ 10 ഏതാണ്? നമ്മുടെ ദുആ സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയോ? നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ചോദിക്കണത് എൻ്റെ റബ്ബിനോടാണെന്ന്, അല്ലേ? ആ ഒരു ബോധ്യം, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല, ഞാൻ ചോദിക്കണത് എൻ്റെ നാഥനോടാണ്. ഒരു കടത്ത് കഴിക്കുന്ന രീതിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഇല്ലേ? നമ്മൾ കാണാതെ പഠിച്ചു വെച്ചത് വേണ്ട. കാണാതെ പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല, അത് ഹൃദയത്തിൽ തട്ടി ചോദിക്കണം. അതൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാണ്. കാരണം ആ ദുആ ഒന്ന് ചൊല്ലി തീർത്തിട്ട് ആ ലുഹറിൻ്റെ ദുആ എവിടെ, ബുക്ക് എവിടെ, ആ ലുഹറിൻ്റെ ദുആ ഉണ്ട്, ലുഹറിൻ്റെ ദുആ അങ്ങനെ കഴിഞ്ഞു. എന്തിനാണ് ഇപ്പോൾ ഇത്? ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, അത് അള്ളാഹുവിനോടാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് ഗുണമുള്ളത്, ഇല്ലേ? രണ്ടാമത്തേത് തവസ്സുലാക്കി ചോദിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഗതി, ഇപ്പോൾ അള്ളാഹുവിൻ്റെ മഹാരഥന്മാരെ തവസ്സുലാക്കാം, അവരുടെ ബർക്കത്ത് കൊണ്ട് തരണേ അല്ലാ, ഇല്ലേ?
അല്ലെങ്കിൽ നമ്മളൊരു നന്മ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് പടച്ചോനെ നിസ്കരിച്ചതിൻ്റെ ബർക്കത്തുകൊണ്ട് തരണേ അല്ലാ. അല്ലെങ്കിൽ ഒരു സ്വതക്ക, ഇപ്പം നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് ഹദിയ ചെയ്തിട്ട് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം കേട്ടോ, ഞാൻ എപ്പോഴും ഉണർത്താണ്. അപ്പോൾ ആ ഹദിയ ചെയ്തിട്ട് പടച്ചോനെ ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ കുട്ടി കള്ളുകുടിയനായി പോയിട്ടുണ്ട്, നീ നേർവഴിക്ക് നടത്തണേ അല്ലാ. അപ്പോൾ നമ്മൾ ചെയ്തത് ഇഖ്ലാസോടെയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആയിന് ഉത്തരം തരും. ഇപ്പോൾ ഗുഹയിൽ പെട്ടുപോയ 3 ആളുകളുടെ ചരിത്രം മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ ഗുഹയുടെ മുമ്പിലേക്ക് പാറക്കല്ല് വന്ന് വീണ് ഗുഹ അടഞ്ഞു പോയി. അപ്പോൾ അവർ ചെയ്ത ആ നന്മകൾ എടുത്തു പറഞ്ഞപ്പോൾ പതിയെ തന്നെ പാറക്കല്ലിങ്ങനെ നീങ്ങി അവർ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത നന്മകളെ കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുല് ചെയ്താൽ, അള്ളാഹുവിൻ്റെ മഹാരഥന്മാരെ കൊണ്ട് തവസ്സുല് ചെയ്താൽ, പ്രത്യേകിച്ച് ഖുർആൻ ഓതിയിട്ട് അതുപോലെ തന്നെ സ്വതക്ക ചെയ്തിട്ടൊക്കെ അത് മുൻനിർത്തി നമ്മൾ അള്ളാഹിനോട് ദ്വാരന്നാൽ പടച്ചോൻ അതൊക്കെ എളുപ്പാക്കി തരുമെന്നാണ്. ഇനി മൂന്നാമത്തേത് നമ്മൾ ചെയ്ത നന്മകൾ എടുത്ത് പറയുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു അല്ലേ, അത് തന്നെയാണ് ചെയ്ത നന്മകൾ എടുത്ത് പറയാം. നമ്മൾ ചിലപ്പോൾ പണ്ടെപ്പോഴെങ്കിലുമൊക്കെ ഇന്നാലിന്ന ആളെ ഒരു സഹായിച്ചിട്ടുണ്ടാകും. നമ്മളും പടച്ചോനെ മാത്രമേ അറിയുള്ളൂ, വേറെ നാട്ടുകാരൊന്നും അറിയിച്ചിട്ട് നടന്നിട്ടില്ല. പടച്ചോനെ ആരാരും അറിയാതെ ആ റിലീഫ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഇന്നാലിന്നൊരാളവിടെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ എന്നിലേക്ക് സഹായം തേടി വന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബം എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വെച്ച പൈസയാണല്ല, ഞാനത് ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു. അള്ളാഹു ഇത് നീയും ഞാനും മാത്രം അറിയുന്ന രഹസ്യമാണല്ല, ഇത് കൊടുത്തത് നിനക്ക് വേണ്ടിയാണല്ല. പടച്ചോനെ എൻ്റെ കെട്ടിയോന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട ആകെ പ്രയാസത്തിലിരിക്കുകയാണ്, ആ കൊടുത്ത ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ കെട്ടിയോന് ജോലി തരണേ അല്ല. നമുക്കെന്തുകൊണ്ട് ദ്വാരുന്നൂടാ? അതായത് നമ്മൾ ഒരു ഹൈറായ സംഗതിയെ മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു അത് തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പോലും വ്യക്തമാണ്. ഇനി നാലാമത്തത് ധൃതി കാണിക്കരുത്. ദ്വാരക്കൽ അങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഇരുന്ന് 2 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് തന്നെ ദ്വായും തീരും എല്ലാം കഴിയും, വേഗം ഓടിച്ചല്ല അടുക്കളയിലോട്ട് ഇല്ലേ. നമ്മളെപ്പോഴും പറയുന്ന പോലെ കഞ്ഞി അടുപ്പത്തുണ്ടാവും, അല്ലെങ്കിൽ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ടാവും, പടച്ചോനെ കരിഞ്ഞിട്ടുണ്ടാവും അല്ലാ അല്ലേ. ദ്വാൻ്റെ ഇടയിൽ മീൻ കരിഞ്ഞ മണമൊക്കെ വരും നമുക്ക്, ഒരൊറ്റ ഓട്ടാൻ അല്ലേ. അല്ലെങ്കിൽ കുഞ്ഞിങ്ങനെ അപ്പിയിട്ടിട്ട് സ്നഗ്ഗിയിലിട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പോൾ പിള്ളേർ പറയും ഉമ്മി അപ്പിയിട്ട് എനിക്ക് ബാത്റൂമിൽ എന്നെ കൈ ചേരണം എന്ന് പറയുമ്പോൾ ഒന്ന് ളുഹർ നിസ്കരിച്ചോട്ടെ അവിടെ നിൽക്കുക. കാരണം ഉമ്മാക്ക് പിന്നെ ഒന്നു കൊടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും പിള്ള ഇത് പറയണത്. ഉമ്മ ഒന്ന് കൊടുത്തുകൊണ്ട് വരുമ്പോൾ പിള്ള എന്താ പറയണേ, ഉമ്മി ഞാൻ സ്നഗ്ഗിയിൽ അപ്പിയിട്ട് ഒന്ന് നിൽക്കും, ഉമ്മി ഒന്ന് ളുഹർ നിസ്കരിച്ചോട്ടെ. പിന്നെ ളുഹർ കൈ കെട്ടുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ കുട്ടിയുടെ അപ്പിയായിരിക്കും മനസ്സിൻ്റെ തള്ളുണ്ടാവുമോ? നിങ്ങൾ പറയണ്ടാവോ? പിന്നെ ദ്വാരക്കാൻ നേരം കിട്ടും, പിന്നെ ഒരൊറ്റ ഓട്ടാണ് പടച്ചോനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോഴും സ്നഗ്ഗിയുടെ കൂടെ വീഴേണ്ട പടച്ചോനെ റഹ്മാൻ റഹീം. ഇതെന്ത് നിസ്കാരമാണത്? അപ്പോൾ ധൃതി കാണിക്കരുത്. പിന്നെ ഉത്തരം കിട്ടാനും ധൃതി കാണിക്കരുത്. പടച്ചോൻ തരും, അവന് നമ്മളിങ്ങനെ ദ്വാരക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരുടെ ദ്വാ കേൾക്കാനാണ് അള്ളാഹുവിന് താല്പര്യം. ഓക്കെ, അഞ്ചാമത്തേത് ഉറച്ച ബോധ്യം വേണം. എൻ്റെ റബ്ബ് തരും, എൻ്റെ റബ്ബെന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം. കൂട്ടുകാരോട് ചോദിക്കണ പോലെ അല്ലല്ലോ, സൃഷ്ടിച്ച നാഥനോടല്ലേ നമ്മൾ ചോദിക്കണേ. അപ്പോൾ എൻ്റെ റബ്ബെന്നെ കൈവിടൂല, അവൻ എനിക്ക് തരുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെ ചോദിക്കാൻ കഴിയണം. ആറാമത്തേത് ഹൃദയത്തിൽ നിറച്ച അള്ളാഹു ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഹൃദയം അള്ളാഹ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം, വേറൊരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കരുത്. ദുആ ചെയ്യണ മഹല്ലിൽ അള്ളാഹ് ഇങ്ങനെ കൽബിൽ തങ്ങി നിൽക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദുആ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര സംഗതിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു പ്രണയത്തിൻ്റെ ബന്ധമാണ്. അള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ തീവ്രതയാണ് അതിൽ പ്രകടാകേണ്ടത്. ഞാൻ മഹബത്ത് വെക്കുന്ന എൻ്റെ നാഥനിങ്ങനെ കൽബിൽ നിറഞ്ഞു നിൽക്കണം. ആ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം അള്ളാഹിനോട് നമ്മൾ ചോദിക്കാൻ. എനിക്കിഷ്ടമാണ് റബ്ബേ എന്നുള്ള ഒരു കൊതിയോടുകൂടെ. അപ്പോൾ അള്ളാഹു തആല തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏഴാമത്തേത് കഴിക്കുന്നത് ഹലാലാകണം. അല്ലെങ്കിൽ വലിയ പ്രശ്നം, കഴിക്കണത് ഹലാലാകണം. നമ്മുടെ മക്കൾക്ക് കൊടുക്കണത് ഹലാലാകണം. എന്നാലേ ദ്വാരന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഹറാം ഇങ്ങനെ നിരന്തരം തിന്നുകൊണ്ടിരിക്കുക, എന്നിട്ട് പടച്ചവനുണ്ട് ദ്വായന് ഉത്തരം തന്നില്ല, അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ, ഉത്തരം കിട്ടൂല. അപ്പോൾ കഴിക്കുന്നത് ഹലാലാകണം. എട്ടാമത്തേത് അഹങ്കാരം പാടില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ സീറ്റാണ്, അള്ളാൻ്റെ കസേരയാണ്. യാ മുത്തക്കബ്ബിറു യാ അള്ളാഹ്, അഹങ്കാരിയായ പടച്ചോനെ എന്നാണ്. കാരണം അഹങ്കരിക്കാൻ അവനെ പറ്റുള്ളൂ, വേറെ ആർക്കും അഹങ്കാരം വേറെ ആർക്കെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? കാരണം സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, ഒക്കെ അവൻ്റെതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അഹങ്കരിക്കുക? എൻ്റെ തറവാട്, പിന്നെ എൻ്റെ തറവാട്, അതൊക്കെ അള്ളാൻ്റെതാണ്, നമ്മുടേതായിട്ടൊന്നുമില്ല. അഹങ്കാരമുള്ള മനുഷ്യൻ ദ്വാരുന്നാൽ അവൻ്റെ ദ്വായിന് ഉത്തരം കിട്ടൂല. ഒമ്പതാമത്തേത് ഫർദ് നിസ്കാരം കളാക്കിയവന് ഉത്തരം കിട്ടൂല. അപ്പോൾ ഫർദ് നിസ്കാരം കളാക്കരുത്. ഫർദ് നിസ്കാരം കളാക്കിയാൽ ഉടൻ തന്നെ കളാ വീട്ടുക, മനസ്സിലായോ? ഇത്രയും പെട്ടെന്ന് കളാ വീട്ടി തീർക്കുക. അവസാനം പത്താമത്തേത് ഉത്തരം കിട്ടുന്ന സമയങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് പകൽ, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലെ ഓരോരോ ദിനരാത്രങ്ങളിലെ അപ്പോൾ പരിശുദ്ധമായ സദസ്സ് വൈകുന്നേരം 7:30 മജ്‌ലിസൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ഓരോരോ സമയങ്ങൾ, പ്രത്യേകിച്ച് സുബഹിക്ക് ശേഷമുള്ള സമയം,
അസ്വറിന് ശേഷമുള്ള സമയം, അങ്ങനെ തുടങ്ങി പ്രത്യേകം പരിഗണിക്കപ്പെട്ട മഗ്‌രിബിന് ശേഷമുള്ള സമയം, നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയം, ബാങ്കിന് ശേഷമുള്ള സമയം, ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ കൂടുതൽ പരിഗണിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രാർത്ഥന മുടങ്ങരുത് കേട്ടോ. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. 12 കഴിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അകന്നകന്ന് പോകരുത്, കൂടുതൽ അടുത്ത് വരണം. 12 കഴിഞ്ഞിട്ട് അകന്നു പോകുന്നവർ മുത്തുനബിയെ കിട്ടാത്തവരാണ്. കിട്ടിയവർ കൂടുതൽ അടുത്ത് വരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി പരിശുദ്ധ ഷാർ മുബാറക്ക് തൊപ്പിയിൽ തുന്നി വെച്ച് യുദ്ധം ചെയ്യാൻ പോയ മഹാനാരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സയ്യിദുന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ ഇന്നത്തെ ചോദ്യം, ഏത് യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടത്? പിന്നെ തിരിച്ചു കിട്ടി. തൊപ്പി നഷ്ടപ്പെട്ട ഒരു യുദ്ധത്തിൽ ഭയങ്കര സങ്കടത്തിലായിപ്പോയി. ഏതാണ് ആ യുദ്ധം? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലല്ലേ, 2 വരി ചൊല്ലിക്കേ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചോനെ, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ അല്ലാ. മുത്തുനബിയുടെ മുഹിബ്ബുകളിൽ പെടുത്തണേ അല്ലാ. യാ റബ്ബന, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് അസുഖബാധിതരുണ്ട്, നീ ശിഫ കൊടുക്കണയല്ല. മക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാക്കണയല്ല. കരുണക്കടലായ റബ്ബേ, അവരുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ഹൈറായ ഹലാലായ ഉദ്ദേശം നീ ഹാസുലാക്കി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞോരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.